ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയാം. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി കാണുകയും കേൾക്കുകയും ചെയ്തതിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നാം ധ്യാനിക്കുന്നതിലൂടെ, അത് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയുവാനും അത് മുഖാന്തരമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനും കാരണമായി തീരുന്നു. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ കാലത്ത് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നാം ചിന്തിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ചെയ്ത വലിയൊരു അത്ഭുതം, വർഷങ്ങളായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീക്ക് കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നതിനെക്കുറിച്ചാണ്. കർത്താവ് തൻ്റെ പരിശുദ്ധ കാലത്ത് അനേകം രോഗികളെ സൗഖ്യപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. ചില രോഗികളെ യേശു കണ്ട് അവരുടെ അരികിലേക്ക് ചെന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്ന സൗഖ്യവും വിടുതലും നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ചില രോഗികൾ യേശുവിൻ്റെ പിന്നാലെ നടന്ന് അവർക്ക് സൗഖ്യം വേണമെന്നുള്ള ആഗ്രഹത്തോടെ, ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ യേശുവിൻ്റെ പിന്നാലെ നടന്ന് സൗഖ്യം പിടിച്ചു വാങ്ങുന്നതായിട്ട്, അനുഗ്രഹം പിടിച്ചു വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഭാഗത്ത് നാം കാണുന്ന രക്തസ്രവക്കാരി. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറയുന്നു: 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഈ സ്ത്രീയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, അവൾ 12 വർഷമായിട്ട് രോഗിയാണ്. അവളുടെ രോഗം എന്തെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, രക്തസ്രവമാണ്. പല വൈദ്യന്മാരും ഏറിയൊന്ന് ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാതെ, അവൾക്കുള്ള സകലവും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ വളരെ മാനസികമായി, ശാരീരികമായി തകർന്നു പോയ ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഇവിടെ കർത്താവിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതേ അനുഭവത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. വൈദ്യന്മാരാൽ, ഡോക്ടർമാരാൽ ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാതെ, ഓരോ ഡോക്ടറെ മാറി മാറി കണ്ട് ഓരോ മരുന്നും മാറി മാറി കഴിച്ച് സൗഖ്യം കിട്ടാതെ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അനേകം വ്യക്തികൾ. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ചില രോഗങ്ങൾ, അതായത് മാറാ രോഗമെന്ന് വിളിക്കപ്പെടുന്ന ചില രോഗങ്ങൾ, ചില രോഗങ്ങൾ മരണത്തോടു കൂടെയാണ് ഇതിന് സൗഖ്യം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മരിക്കുന്നവരെ ഈ രോഗം ജീവിതത്തിലൊരു ഭാഗമായി സ്വീകരിക്കേണ്ട, അനുഭവിക്കേണ്ട അനേകം വ്യക്തികൾ. ഇതൊരു മാറാ രോഗമാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും, 12 വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മരുന്ന് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാതെ ഒരു നിത്യരോഗിയായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുവാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ രോഗം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഒരനുഭവത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരി, ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്, സൗഖ്യത്തിൻ്റെ ആരംഭമാണ്. ഈ മകൾ 12 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. എന്തായിരിക്കാം യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്? യേശു പാപികളെ രക്ഷിക്കുന്നവനാണ്, അവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനാണ്, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്, അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനാണ്, അവൻ മരിച്ചവരെ പോലും ഉയർപ്പിച്ചവനാണ്. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ യേശുവിനെ കുറിച്ച്
പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇവൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. ഇന്ന് രോഗത്തിൻ്റെ മധ്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് ഡോക്ടർമാരാൽ വൈദ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ആദ്യ പടിയാണ്. പലപ്പോഴും ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് മാറാ രോഗങ്ങളുമായിട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇവർക്ക് ദൈവത്തെ പുച്ഛമാണ്. ദൈവം എന്തിനാണ് ഈ രോഗം എനിക്ക് നൽകിയത്? ഈ രോഗിയായി ഇങ്ങനെ നിത്യ നരക ജീവിതം നയിക്കുവാൻ, ഈ നാശത്തിൻ്റെ ജീവൻ നയിക്കുവാൻ, നരകതുല്യമായ ജീവൻ നയിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നോട് എന്തിനാ എൻ്റെ ദൈവം ഇങ്ങനെ കാണിക്കുന്നത്? ദൈവം എന്തിനാ എനിക്ക് രോഗം തന്നത്? ഇങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവത്തോട് മറുതലിക്കുന്ന അനേകം വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ചികിത്സിച്ചിട്ട് രോഗം മാറാതെ, ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് പോലും രോഗം മാറാതെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദന അനുഭവിക്കുന്നവർ ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാൻ, ദൈവസ്വരം കേൾക്കാൻ തയ്യാറാകാതെ ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവത്തോട് മറുതലിക്കുന്ന വ്യക്തികളെയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ സ്ത്രീ, ഇവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റു പലരും പറഞ്ഞ വാക്കുകൾ ഇവൾ കേട്ടു. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. അവൾ യേശുക്രിസ്തുവിനെ കാണുവാൻ, ആ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഒന്ന് പോകുവാൻ, യേശുവിനെ ഒന്ന് തുടരണമെന്നുള്ള ഒരു ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ അതിന് കാരണമായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ കാണുവാനും അറിയുവാനും നമുക്കൊരാഗ്രഹം ഉണ്ടാകുന്നത്. ഇന്ന് പലപ്പോഴും യേശുക്രിസ്തുവിനെ അറിയുവാനും യേശുവിനെ പിൻചെല്ലുവാനും പലർക്കും സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം യേശു ആരാണെന്ന് വ്യക്തിപരമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നീ എന്നാണോ തിരിച്ചറിയുന്നത്, അന്നായിരിക്കും നീ യേശുവിനെ പിൻചെല്ലാൻ, യേശുവിനെ അറിയാൻ, യേശുവിനെ ഒന്ന് പിന്തുടരുവാൻ നിന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നത്. യേശുവിനെ പിൻചെല്ലാതെ ഇന്ന് സ്വയത്തിൽ ഒതുങ്ങിക്കൂടി ഡോക്ടർമാരിൽ ആശ്രയിച്ച്, വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഇതുവരെ ഇന്ന് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടില്ല. വ്യക്തിപരമായി യേശുവിനെ അറിയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാണ് യേശുവിനെ പിൻചെല്ലും. ഇവിടെ അടുത്ത വാക്യത്തിൽ കർത്താവ് വചനം പറയുകയാണ്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ഇവളുടെ ഹൃദയത്തിൽ വലിയൊരു വിശ്വാസം ഉണ്ടാകുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശു സൗഖ്യം നൽകുന്ന ദൈവമാണ്, അവൻ പാപികളെ പാപമോചനം നൽകുന്ന ദൈവമാണ്, അവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്, അവൻ രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് അവൾ കേട്ടപ്പോൾ, അവൾ അറിഞ്ഞപ്പോൾ അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷിക്കപ്പെടുമെന്നവൾ പറഞ്ഞു. അവളുടെ വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണോ അവസ്ഥ അതായിരിക്കും നമ്മൾ ഏറ്റുപറയുന്നത്. ഈ രോഗം എന്നെ കൊണ്ട് പോവുള്ളൂ, ഈ ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് തീർക്കാനുള്ളതാണ്, ഈ രോഗം ഒരിക്കലും മാറാൻ പോകുന്നില്ല, ജീവിതത്തിൽ മരുന്ന് കഴിച്ച് മടുത്തു, ഈ രോഗം എൻ്റെ നാശത്തിനുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് നെഗറ്റീവായ വാക്കുകൾ, നമ്മുടെ നാശത്തിൻ്റെ വാക്കുകളാണ്. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നീ പറയുന്നത്, ഈ രോഗത്തിന് സൗഖ്യം നൽകുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വിടുതൽ നൽകുന്നൊരു കർത്താവുണ്ട്, എന്നെ സൗഖ്യപ്പെടുന്ന ഒരു യേശുവുണ്ട്. ഇത് പറയേണ്ടതിന് പകരം നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും നമ്മുടെ തന്നെ നാശത്തിന് കാരണമായ വാക്കുകളായിരിക്കാം, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ വാക്കുകളായിരിക്കാം. ഇവിടെ ഈ രക്തസ്രാവക്കാരി അവൾ പറയുകയാണ്, അവൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്നവൾ പറഞ്ഞു. അവിടെ ഹൃദയത്തിൽ വിശ്വാസമാണ് അവൾ ഏറ്റു പറഞ്ഞത്. യേശുവിനെ തൊടാൻ അവൾക്ക് യോഗ്യതയില്ല, കാരണം അവൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയാണ്. പഴയ നിയമത്തിൽ രക്തസ്രാവമുള്ള വ്യക്തി ആരെ തൊട്ടാലും ആ തൊടുന്ന വ്യക്തി അശുദ്ധനായി മാറും. അതുകൊണ്ട് ഇവൾ യേശുവിനെ തൊടാനുള്ള ഭയത്തോടെ, അല്ലെങ്കിൽ ഞാൻ യേശുവിനെ തൊട്ടാൽ യേശു അശുദ്ധനായി മാറിയെങ്കിലോ, അതുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ആ വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു. പറയുക മാത്രമല്ല, പുരുഷാരത്തിനിടയിൽ കൂടി യേശുവിൻ്റെ പിറകിൽ വന്നു
അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അവളുടെ വിശ്വാസം അവൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് പറയുക മാത്രം പോരാ, അത് ഏറ്റുപറഞ്ഞ വിശ്വാസം പ്രവർത്തിക്കുക കൂടി ചെയ്യണം. ഇവിടെ ഇവൾ യേശുവിനെ തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള വലിയ ബോധ്യത്തോടെ യേശുവിൻ്റെ പിന്നാലെ നടക്കും. അവൾ സൗഖ്യത്തിന് വേണ്ടി വില കൊടുക്കുകയാണ്. അവളുടെ രോഗത്തിന് അവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവൾ വില കൊടുക്കുകയാണ്. ഇന്ന് പലർക്കും സൗഖ്യം വേണം, അനുഗ്രഹം വേണം, പക്ഷെ ദൈവസന്നിധി വില കൊടുക്കാൻ മനസ്സില്ല. പലപ്പോഴും ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന ചില രോഗികളോട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ, ഒരു ധ്യാനം കൂടിയാൽ സൗഖ്യം ലഭിക്കും. ഇങ്ങനെ രോഗക്കിടക്കയിൽ കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രോഗത്തിൻ്റെ അവസ്ഥയിലും രോഗക്കിടക്കയിലും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ പലരും പറയുന്നതറിയാമോ? രോഗം മാറിയിട്ട് വന്ന് ഞാൻ ധ്യാനം കൂടാം, രോഗം മാറിയിട്ട് വന്ന് ഞാൻ വചനം കേൾക്കാം. ഇന്ന് പലപ്പോഴും നമുക്ക് വില കൊടുക്കാൻ മനസ്സില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തകർച്ചയുടെ വാതിക്കലായിരിക്കും നിൽക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ഡോക്ടർമാർ അപേക്ഷിച്ച് വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് വ്യക്തമായ ബോധ്യം കിട്ടിയിരിക്കാം. പക്ഷേ ആ നിമിഷങ്ങളിൽ ദൈവത്തെ ഒന്ന് അന്വേഷിക്കുവാനോ, യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനോ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനോ, വചനം കേൾക്കുവാനോ, ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പലപ്പോഴും പലരും പറയുന്നത്, ഞാൻ രോഗം മാറിയിട്ട് വന്ന് വചനം കേൾക്കാം, ഞാൻ രോഗം മാറിയിട്ട് വന്ന് ഈ കടബാധ മാറിയിട്ട്, ഈ കഷ്ടത മാറിയിട്ട്, രോഗം മാറിയിട്ട് ഞാൻ ധ്യാനം കൂടാം. ഇന്ന് പലപ്പോഴും നമുക്ക് വില കൊടുക്കാൻ മനസ്സില്ല. എന്നാൽ ഇവൾ ഈ രോഗത്തിൻ്റെ മധ്യത്തിൽ വലിയൊരു പുരുഷാരത്തെ തിക്കിത്തിരക്കി യേശുവിനെ കാണണം, ആ യേശുവിനെ ഒന്ന് തൊടണം. യേശുവിനെ തൊടാൻ യോഗ്യതയില്ല, അതുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ വിളമ്പിലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് കർത്താവ് സൗഖ്യം നൽകും എന്നുള്ള ആ വലിയൊരു വിശ്വാസം, ആ വിശ്വാസത്തെ പ്രതി അവൾ വില കൊടുത്തു. അവൾ പുരുഷാരത്തെ തിക്കിത്തിരക്കിക്കൊണ്ട് യേശുവിൻ്റെ പിറകിൽ ചെന്നു, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. കർത്താവ് വചനം പറയുകയാണ്, അടുത്ത വാക്യത്തിൽ പറയുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. യേശുവിനെ തൊട്ട നിമിഷം, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട നിമിഷം അവളുടെ രക്തസ്രവം നിന്നു, അവളുടെ രോഗം മാറി. എപ്പോഴാണ് അവളുടെ രോഗം മാറിയത്? അവളുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടപ്പോൾ. യേശുവിനെ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസം പോരാ, തൊടണം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. യേശു അനുഗ്രഹിക്കുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ്, വിടുതൽ നൽകുന്നവനാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ അതിനുവേണ്ടി നാം വില കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ, അതിനുവേണ്ടി നാം ചലിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ അവൾ യേശുവിനെ തൊട്ടപ്പോൾ വചനം പറയുന്നു, അവളുടെ രക്തസ്രവം നിന്നു. ക്ഷണത്തിൽ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥതയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. യേശുവിനെ തൊട്ട നിമിഷം തന്നെ തൻ്റെ ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ തൊടുന്ന നിമിഷം, യേശു നമ്മെ തൊടുന്ന നിമിഷം നമ്മുടെ ശരീരത്തിൽ സ്വസ്ഥത നാം അനുഭവിച്ചറിയും. പലപ്പോഴും ഇന്ന് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സംതൃപ്തിയില്ലാതെ നരകതുല്യമായൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിനെ ഒന്ന് തൊട്ടാൽ, യേശു അവനെ ഒന്ന് തൊട്ടാൽ ആ നിമിഷം സ്വസ്ഥതയാണ്, ആ നിമിഷം സമാധാനമാണ്, ആ നിമിഷം അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും ഒഴുകി വരികയാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശു ആരെല്ലാം തൊട്ടിട്ടുണ്ടോ അവർക്കെല്ലാം സൗഖ്യവും സന്തോഷവും സമാധാനവും വിടുതൽ ലഭിച്ചിട്ടുണ്ട്. യേശുവിനെ ആരെല്ലാം തൊട്ടിട്ടുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഈ യേശുവിനെ തൊടുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ആഗ്രഹം ഉണ്ടായി പോരാ. യേശു ദൈവമാണ്, അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ സകലത്തിനും മതിയായ ദൈവമാണെന്ന് ഉള്ളിൽ വിശ്വാസമുണ്ടായ പോരാ, അത് പറഞ്ഞാൽ പോരാ. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം, അതിനുവേണ്ടി വില കൊടുക്കണം, അതിനുവേണ്ടി യേശുവിൻ്റെ പിന്നാലെ യാത്രയാകണം. ആ അനുഗ്രഹം കിട്ടുന്നവരെ, സൗഖ്യം കിട്ടുന്നവരെ, എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകും, ആ സൗഖ്യം ലഭിക്കുന്നത് വരെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ, മറുപടി കിട്ടാതെ പലരും നിരാശയോടെ പിന്മാറിപ്പോവുകയാണ്.
എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇതിലും ഭേദം പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ നല്ലത്. പലപ്പോഴും ചിലർ പ്രാർത്ഥനയിൽ മടുത്തു പോവുകയാണ്, നിരാശപ്പെടുകയാണ്. ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ചില അനുഗ്രഹങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തി നിരാശയോടെ പിന്മാറിപ്പോകുന്ന അനേകം വ്യക്തികൾ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവളുടെ മുന്നിൽ വലിയൊരു പുരുഷാരമുണ്ട്, വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത്, എന്നാൽ നാളെ ആകട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാകട്ടെ നമ്മൾ ചിന്തിച്ചില്ല. യേശുവിനെ തൊടാനുള്ള വ്യഗ്രതയോടെ യേശുവിൻ്റെ പിന്നാലെ നടന്ന് യേശുവിനെ തൊട്ടു. അവളുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചു. ഇവിടെ അവളുടെ ശരീരത്തിൽ അത് വ്യക്തമായി അവൾ രുചിച്ചറിയുകയാണ്, അനുഭവിച്ചറിയുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു നൽകുന്ന സമാധാനം, സൗഖ്യം നമുക്ക് രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇവൾ ബാധ മാറി താൻ സ്വസ്ഥതയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ നിന്ന് അറിഞ്ഞിട്ട് പുരുഷാരത്തോട് തിരിഞ്ഞ്, എൻ്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തു ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രം തൊട്ടതാര്? ഇവിടെ വലിയൊരു പുരുഷാരമാണ് യേശുവിനെ തിക്കിത്തിരക്കുന്നത്. യേശുവിനെ തൊടാത്തതായിട്ട് ആ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷേ യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? ഇവിടെ യേശു ചോദിക്കാൻ കാരണം, യേശുവിനെ വിശ്വാസത്താൽ തൊട്ട ഒരു വ്യക്തിയെ യേശു വ്യക്തിപരമായിട്ട് അറിഞ്ഞു. അപ്പോൾ യേശുവിനെ തൊടുന്നതും യേശുവിനെ വിശ്വാസത്താൽ തൊടുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ, കൂടെ നടക്കുന്നവരൊക്കെ യേശുവിനെ തൊടുന്നുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുന്നുണ്ട്, യേശുവിനെ മുട്ടുന്നുണ്ട്, യേശുവിനെ തൊടുന്നുണ്ട്. എന്നാൽ അതൊന്നും യേശു ചോദിക്കുന്നില്ല. യേശു പ്രത്യേകം ചോദിക്കുക, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാര്? അതായത് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ എന്നെ തൊട്ട് സൗഖ്യം പ്രാപിച്ചൊരു വ്യക്തിയുണ്ട്. അതാരാണ്? യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിക്കുകയാണ്, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർക്ക് ഈ ചോദ്യം ഒരു ആശ്ചര്യമായിട്ട് തോന്നി. കാരണം എത്രയോ ആളുകളാണ് തിക്കിത്തിരക്കുന്നത്, എത്രയോ ആളുകളാണ് യേശുവിനെ തൊടുന്നത്. അപ്പോൾ പുരുഷാരം തന്നെ തിക്കിത്തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. തന്നെ തൊട്ട ആ വ്യക്തിയെ കാണുവാൻ വേണ്ടി യേശു ചുറ്റും നോക്കിയ. ഇവിടെ യേശു ഈ സ്ത്രീ അന്വേഷിക്കുന്നത് എന്തിനാണ് ഈ സ്ത്രീയെ യേശു അന്വേഷിക്കുന്നത്? ഇന്നൊരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ദൈവം നമ്മെ തൊട്ടിട്ടുണ്ട്, ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം നമുക്ക് സൗഖ്യം വിടുതൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവസന്നിധിയിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും മനുഷ്യൻ നന്ദിയില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവം നമ്മെ കരങ്ങളിൽ താങ്ങിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ ജീവിതയാത്രയിൽ തീർന്നു പോകേണ്ട പല സന്ദർഭത്തിലും ദൈവത്തിൻ്റെ കരം നമ്മെ കോരിയെടുത്തു, താങ്ങി നിർത്തി, വീണെടുത്ത് അവൻ എഴുന്നേൽപ്പിച്ചു. പലപ്പോഴും നമ്മൾ തീർന്നു പോകേണ്ടതായിരുന്നു, വീണു പോകേണ്ടവരായിരുന്നു. അവിടെയെല്ലാം ദൈവം താങ്ങി നിർത്തി. ദൈവം നമ്മെ പിടിച്ചു നിർത്തിയ, താങ്ങി നിർത്തിയ, സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകിയ യേശു നമ്മെ തൊട്ട നിമിഷങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മെ തൊട്ട, നമുക്ക് സൗഖ്യം നൽകിയ, ഇതുവരെ നമ്മളെ കരുതിയ ദൈവത്തോട് നന്ദിയുള്ളവരായി, ദൈവമേ നീ എന്നെ തൊട്ടതിന്, നീ എനിക്ക് സൗഖ്യം നൽകിയത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിനോട് ഒരു നന്ദി പറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് യേശു അന്വേഷിക്കുകയാണ്, എന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരെവിടെ? എന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരെവിടെ? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആ ശക്തി അനുഭവിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ എവിടെ? യേശു ഇതാ തന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അപ്പോൾ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയ്ക്കുകയും അവനോട് പറഞ്ഞു. ഇന്ന് സൗഖ്യം പ്രാപിച്ചൊരു വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത്. ഇവൾ ഈ സ്ത്രീയെ യേശു അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ, തിരക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത വയ്ക്കുകയും അവനോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത്. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി
ദൈവത്തോട് ഭയമുള്ളവരായി, ദൈവഭയമുള്ളവരായി കർത്താവിൻ്റെ കാൽക്കൽ വീഴുവാൻ, അവനെ നമസ്കരിച്ച്, അവനെ ആരാധിച്ച്, അവൻ ചെയ്ത നന്മകൾ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമാണ്. പലപ്പോഴും ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മനസ്സില്ലാതെ ജീവിക്കുമ്പോൾ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണ് അവളുടെ വസ്തുതകൾ എല്ലാം അവൾ ഏറ്റുപറയുകയാണ്. അവൾക്ക് ലഭിച്ച സൗഖ്യം, വിടുതൽ അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മറുപടി പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. യേശുവോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ രക്ഷിച്ച് ഞാനല്ല, നിന്റെ വിശ്വാസമാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് നീ ചെയ്ത പ്രവൃത്തിയാണ് നിന്റെ രക്ഷയ്ക്ക് കാരണം. യേശു പറയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവളുടെ ജീവിതത്തിൽ 12 വർഷമായി അനുഭവിച്ച ബാധ, അത് പൈശാചികമായ ബാധയായിരിക്കാം. ഒരുപക്ഷെ താൻ ചെയ്ത പാപം മൂലമുള്ള ബാധയായിരിക്കാം. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഈ രോഗം വർഷങ്ങളായി ചികിത്സിച്ചിട്ടും മാറാതെ, മരുന്ന് കഴിച്ചിട്ടും മാറാതെ, തനിക്കുള്ളത് മുഴുവൻ ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടും അത് മാറാതെ ജീവിതകാലം മുഴുവൻ ഈ രോഗവുമായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഇവൾ യേശുവിനെ തൊട്ടപ്പോൾ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചപ്പോൾ അവളുടെ ബാധ മാറി, അവൾക്ക് സ്വസ്ഥത ലഭിച്ചു. യേശു പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന, യേശുവിനെ വിശ്വാസത്താൽ തൊടുന്ന, യേശുവിൻ്റെ ശക്തി ഹൃദയത്തിൽ, ശരീരത്തിൽ വ്യക്തിപരമായി സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് യേശു പറയുന്ന ഒരു കാര്യമാണ്, മകനെ, മകളെ, നീ ബാധ ഒഴിഞ്ഞ് സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും വർഷങ്ങളായി ചികിത്സിച്ചിട്ടും മാറാത്ത രോഗവുമായി, അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത രോഗവുമായി, അത് രോഗമല്ല വേറെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ജീവിതത്തിൽ മറുപടി കിട്ടാത്ത, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ആരെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും യേശു മതിയായ ദൈവമാണ്. നീ വിശ്വാസത്തോടെ അവൻ്റെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ, അവനായി വില കൊടുക്കുന്നുവെങ്കിൽ, അവൻ്റെ മുന്നിൽ വിശ്വാസത്തിൻ്റെ കരം നീട്ടി അവനെ ഒന്ന് തൊടുന്നുവെങ്കിൽ, അത് മുഖാന്തരം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, അസാധ്യങ്ങൾ സാധ്യമാകും. ജീവിതകാലം മുഴുവൻ നീ ചുമക്കേണ്ട നിന്റെ ബാധ, നിന്റെ രോഗം, നിന്റെ കഷ്ടത, നിന്റെ ദാരിദ്ര്യം, നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും യേശു സൗഖ്യവും വിടുതലും നൽകും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണെന്ന് നീ വിശ്വസിച്ച് ഏറ്റുപറയണം. എൻ്റെ യേശുവിനൊന്ന് തൊട്ടാൽ, അവൻ എന്നൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് നീ വിശ്വാസത്താൽ പറയണം. അവിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് യേശുവിനെ തൊടണം. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് യേശുവിൻ്റെ ശക്തിയാൽ, അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ, പാപമോചനത്തിൻ്റെ ശക്തിയാൽ, അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, അവനുള്ള ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ നമ്മൾക്ക് പൂർണ്ണ സൗഖ്യവും വിടുതൽ നൽകും. ജീവിതത്തിൽ ഏതവസ്ഥയിൽ തകർന്നിരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിൻ്റെ മേൽ രക്ഷ നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ അരികിലുണ്ട്, ചാരത്തുണ്ട്. ആ യേശുവിൽ നിന്ന് തൊട്ടാൽ, ആ യേശുവിൽ നിന്ന് തൊട്ടാൽ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിൽ സകല പ്രശ്നത്തിന് പരിഹാരമാണ്. ഈ വിശ്വാസത്തോടെ എല്ലാവരും കണ്ണുകളടച്ച് യേശുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട്, ആ വിശ്വാസത്തിൻ്റെ കരം നീട്ടി, യേശുവേ, വിശ്വാസത്താൽ ഞാൻ നിന്നെ ഒന്ന് തൊടുകയാണ്. എൻ്റെ ശാരീരികമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ, എൻ്റെ തകർന്ന അവസ്ഥയിൽ, എൻ്റെ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത, അനേക നാളുകളായി ആഗ്രഹിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയത്തിൻ്റെ മേൽ ഞാൻ വിശ്വാസത്താൽ നിന്നെ തൊടുകയാണ്. കർത്താവേ, ഇപ്പോൾ നിൻ്റെ സാന്നിധ്യം
ശക്തിയായി എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറയണമേ, എനിക്ക് സൗഖ്യവും വിടുതൽ നൽകണമേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആര് പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കണ്ണുനടയ്ക്കാം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ബാറക്കുമോൾ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഞങ്ങൾ കേട്ട ഈ അത്ഭുത പ്രവൃത്തിയിലൂടെ അവിടുത്തെ എത്ര വലിയവനാണ്, അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാണ്, അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവിടുന്ന് ഇന്നും അത്ഭുതങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ഞങ്ങളുടെ അരികിൽ നിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടാത്ത കാണുന്നതാണ് വിശ്വാസം എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കരം നീട്ടി നിന്നെ തൊടുന്നു. കർത്താവെ, ഈ സമൂഹത്തിൽ ഈ ശബ്ദപരിധിയിൽ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ വചനം കേൾക്കുന്ന, ശാരീരികമായി തകർന്ന് ചികിത്സിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാതെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കരം നീട്ടി അവർ നിന്നെ തൊടുമ്പോൾ നിൻ്റെ മുറിവിനാൽ, നിൻ്റെ അടിപ്പിണരാൽ സൗഖ്യവും വിടുതൽ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം നൽകണം. ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം, നിന്നോട് നന്ദിയുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നിൻ്റെ കൃപ വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, എടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന, ഈ സ്വരം കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ മുറിഞ്ഞ കരം നീട്ടി തൊട്ട് സൗഖ്യവും വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായി അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവ്, എല്ലാം മഹത്വം അങ്ങിക്കല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Beshmari